അയ്യോ, മനുഷ്യന്റെ നടു ഒടിഞ്ഞു. വീട്ടിലെ പണികളെല്ലാം തീർത്തിട്ട് വേണം ഇങ്ങോട്ടൊന്ന് ഓടി വരാൻ വേണ്ടിട്ട്. പിള്ളേരെന്തിയാ മോളെ? പിള്ളേര് സ്കൂളിൽ പോയച്ചാ. ഓ, ഇന്ന് ആ പിള്ളേരെ സ്കൂളിലേക്ക് വിടണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും അവരുടെ കൊച്ചച്ഛന്റെ ഒരു കാര്യമില്ലായിരുന്നു. പിന്നെ ഇന്നവന്റെ കല്യാണമൊന്നും അല്ലല്ലോ. അവന്റെ പെണ്ണിന്റെ വീട്ടുകാർ ഇവിടെ വീടും പരിസരവും ഒക്കെ കാണാൻ വരുന്നതിന് പിള്ളേരെ എന്തിനാ വെറുതെ സ്കൂളിൽ ലീവ് എടുപ്പിക്കുന്നത്? പിന്നെ ഒരാൾ LKG-യിലോ ഒരാൾ 1-ാം ക്ലാസ്സിലോ ഒന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തുമാത്രമാ പിള്ളേർക്ക് പഠിക്കാനുള്ളതെന്ന് അറിയാവോ? പിന്നെ ഈ കല്യാണം നടക്കുന്ന ഇപ്പം വലിയ ഉറപ്പൊന്നുമില്ലല്ലോ. ഓഹ്, എന്റെ പൊന്ന് സൂര്യൻ, നിന്റെ നാക്കെടുത്ത് വളച്ചൊന്നും പറയാതെ ഇതെന്തായാലും നടക്കും. അങ്ങനെ വീട് കണ്ട് മുടങ്ങി പോവുകയൊന്നുമില്ല. അവര് തമ്മില് 5 വർഷമായിട്ടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ടാന്ന് വെക്കുന്ന കാര്യമൊന്നും അല്ല ഇത്. 5 കൊല്ലം മുമ്പേ അവക്ക് ഗവൺമെന്റ് ജോലി ഇല്ലായിരുന്നു. ഇപ്പൊ അവളൊരു ഗവൺമെന്റ് ജോലിക്കാരിയാ. അവര് ഈ വീടും പരിസരവും ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല. അതിനിപ്പോ പെണ്ണിന് സർക്കാർ ജോലി ആണെങ്കിൽ എന്താ? അവനെ ദുബായിലാ, നല്ല വരുമാനവും ഉണ്ട് അവന്. പിന്നെ അങ്ങനെ മുടങ്ങി പോകേണ്ട കാര്യം എന്തായിരിക്കുന്നത്? പാവം, അവന് ലീവ് കിട്ടൂല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഉറപ്പൊരു ചടങ്ങ് വെച്ചാൽ തന്നെ അവൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴും അവൻ ഇവിടെ ഇല്ല. കല്യാണം ആകുമ്പോഴത്തേക്ക് ലീവ് കിട്ടുള്ളൂ. അന്നേരം വന്നാലേ ഒരു 2 മാസം അടുപ്പിച്ച് ലീവ് എടുക്കാൻ പറ്റുള്ളൂ അവൻ പറയുന്നത്. അതോർത്തിട്ട് എനിക്കൊരു വിഷമം, പാവം. പിന്നെ ഇപ്പൊ പെണ്ണു വീട്ടുകാർ ചെറുക്കന്റെ വീട് കാണാൻ വരുമ്പോഴും കല്യാണം ഉറപ്പിക്കാൻ നേരത്തൊക്കെ ഈ ചെറുക്കൻ ഓടി ഓടി വരാനിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതിന് മാത്രമല്ലേ സമയം കാണുള്ളൂ. ഇതിപ്പോ അവന്റെ ചേട്ടനും ഗൾഫിൽ തന്നെയല്ലേ. ഹും ചേട്ടനെങ്കിലും ലീവ് കിട്ടിയാൽ മതിയായിരുന്നു കല്യാണത്തിന്. അല്ല, ചെറുക്കനിപ്പോ ഇവിടെ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? പെണ്ണിന് ചെറുക്കനെ നല്ല തറവായിട്ട് പരിചയം ഉണ്ടല്ലോ. പിന്നെ പെണ്ണിന്റെ വീട്ടിലും അവൻ പോയിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് പെണ്ണിന്റെ വീട്ടുകാർക്കൊക്കെ ചെറുക്കനെ നന്നായിട്ട് അറിയാം. ഉം ചേട്ടൻ ഇന്നലെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞത് ചിലപ്പോഴേ ലീവ് ഉള്ളെന്നാ പറഞ്ഞത്. കല്യാണം കുറച്ച് നീട്ടി വെക്കേണ്ടി വരും ചിലപ്പം. ആ, ഇവിടെ ഒറ്റയ്ക്ക് നിക്കുവായിരുന്നോ? ആ, മോളവിടെ അടുക്കളയിലാ. ഇവിടുത്തെ അമ്മയുടെ അടുത്തെ സംസാരിച്ചുകൊണ്ട് നിക്കുവേ. ഇപ്പൊ എന്നെ കഴിഞ്ഞു ഇഷ്ടം ഇവിടുത്തെ അമ്മേനെയാ. അവര് തമ്മിൽ ഭയങ്കര സ്നേഹം. എപ്പോഴും ഫോൺ വിളിക്കും, വർത്താനം പറയും, അങ്ങനെ ഭയങ്കര കൂട്ടാ. അതുകൊണ്ട് എനിക്ക് ഏതായാലും ഒരു സന്തോഷമായി. ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ആ, ഭക്ഷണമൊക്കെ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. നന്നായിട്ടുണ്ട് കറികളൊക്കെ. ഉം എന്നെ പിന്നെ അറിയാലോ. ഞാന് ചെറുക്കന്റെ ചേട്ടന്റെ ഭാര്യയാ. ഞങ്ങള് മാറിയാ താമസിക്കുന്നേ. കുറച്ചപ്പുറത്താ വീട്. ചേട്ടൻ ഗൾഫിൽ പോയി വേറെ വീടൊക്കെ വെച്ച് അങ്ങനെ മാറിയതാ. എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? ഇപ്പൊ തന്നെ ഇവിടെ ബിരിയാണി ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞതാ. ആര് കേൾക്കാൻ വേണ്ടിട്ടാ? ചോറും കറിയൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ലേ. ഒരു ചടങ്ങോ എന്തെങ്കിലും ഒരു ആഘോഷമൊക്കെ വരുമ്പോ കുറച്ച് ബിരിയാണി വെക്കുന്നതല്ലേ അതിന്റെ ഒരു മാന്യത. പക്ഷെ ഇവര് ഭയങ്കര പിശുക്കന്മാരാവേ. എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? ഓ, ഞാനിവിടെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്ന സമയത്തെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ചോറിന് കുറച്ച് കറി അധികം എടുക്കാൻ പറ്റിയല്ല, അതിന് കുറ്റം. എന്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കണക്കുണ്ട്. അതിൽ കൂടുതൽ ഒന്നും ഉപയോഗിക്കാൻ പറ്റൂല. ഉപ്പ് എടുക്കുന്നതിന് വരെ കണക്കാ. ഉഫ്, ഇങ്ങനെ പിശുക്കി പിശുക്കി ഭക്ഷണം കഴിച്ച് കഴിച്ച് ഞാൻ മടുത്തു. അങ്ങനെ പിന്നെ ഞാൻ ചേട്ടനോട് വിളിച്ചു പറഞ്ഞത് നമുക്ക് വേഗം വീട് മാറാന്ന്. അങ്ങനെയാ ഞാൻ മാറി താമസിക്കുന്നത്. ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യും. ഒരുവിധപ്പെട്ട പിശുക്കൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന. പക്ഷെ ഇവിടുത്തെ ഇവരുടെ പിശുക്ക്, അയ്യോ, എന്നെ കൊണ്ട് പറ്റൂല. ഞാനേ ഈ വീടിന്റെ പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കുറച്ച് പറമ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പറമ്പൊക്കെ എന്ത് കാണാൻ വേണ്ടിട്ടാ? മൊത്തം കാട് പിടിച്ച് കിടക്കുവാ നീ. അത് സാരമില്ല, ഏതായാലും ഇത്രയിടം വരെ വന്നതല്ലേ, ഒക്കെ ഒന്ന് കണ്ടിട്ട് പോവാ. ആ, കാണാൻ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. കാലില് കുപ്പിച്ചില്ലൊക്കെ കൊള്ളാതെ നോക്കണം കേട്ടോ. ഇവിടുത്തെ അമ്മയ്ക്കൊരു വൃത്തിയും മെനയൊന്നും ഇല്ല. ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോ പിന്നെ എല്ലാം വൃത്തിയാക്കിയൊക്കെ ഇടുന്നതാ. അതുകൊണ്ട് ഈ എന്തെങ്കിലുമൊക്കെ ഗ്ലാസ് ഒക്കെ പൊട്ടിയാലോ എന്തുണ്ടെങ്കിലും പറമ്പിലേക്ക് അങ്ങ് വലിച്ചെറിയും. അതുകൊണ്ട് സൂക്ഷിച്ച് നല്ല ഉറപ്പുള്ള ചെരുപ്പാണല്ലോ അല്ലേ? ഞാൻ ആന്റീനോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ കേട്ടോ. ഞാനിതുപോലെ കഴിഞ്ഞ വർഷമേ ഒരു വാഴയില മുറിക്കാൻ വേണ്ടിട്ട് പറമ്പിലേക്ക് പോയതാ. കാലില് കുപ്പിച്ചില്ല് കുത്തി കയറി. 7 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. 2 ദിവസമാണ് ആശുപത്രിയിൽ കിടന്നത്. അയ്യോ, എനിക്ക് ബ്ലഡ് പോയിട്ട് തലയും കൂടെ കറങ്ങി. അതുകൊണ്ടാ ഞാൻ പറമ്പിലേക്കൊന്നും പോകണ്ടാന്ന് പറഞ്ഞത്. എന്റെ ആന്റി, ഇവിടുത്തെ വീടും പരിസരവും ഒക്കെ ഒരു കണക്കാ. ആന്റിയുടെ മോളൊരു ഗവൺമെന്റ് ജോലിക്കാരിയല്ലേ. കുറച്ചും കൂടെ നല്ല ബന്ധമൊക്കെ കിട്ടൂലേ. ആ പെങ്കൊച്ചിനെ കണ്ടിട്ടും എനിക്കെന്തോ പാവം തോന്നുവാ. അവൻ പിന്നെ പുറത്തായിരിക്കും. ഇവിടെ കിടന്ന് അനുഭവിക്കേണ്ടത് അവൾ ഒറ്റയ്ക്കല്ലേ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ഉം നോക്കുന്നുണ്ട്. പിന്നെ അവനെ നിങ്ങൾ കാണുന്നത് പോലെയൊന്നുമല്ല. അവൻ ഭയങ്കര ദേഷ്യക്കാരനാ. വീട്ടിലെ ഇളയ മോനല്ലേ. കുറച്ച് കൊഞ്ചിച്ച് വളർത്തിയാലും കുരുത്തക്കേടാന്നൊക്കെ കൂട്ടിക്കോ. നാട്ടില് മഹാ അലമ്പായിരുന്നു. കൂട്ടുകൂടലും വെള്ളവടിയും കറങ്ങി നടക്കലും ക്ലബിൽ പോയിരുന്ന് കളിക്കലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാ അവനെ ഇങ്ങനെ ദുബായിലോട്ട് കയറ്റി വിട്ടത്. ഈ അമ്മയുടെ ഒരു ബന്ധു മുഖാന്തരം പോയതാ. ആ,
ഇനിയിപ്പോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആവുമെന്ന് ആർക്കറിയാം. ഉം. ഞാൻ പെണ്ണിന്റെ ഒരേ ഒരു അമ്മായിയാ കേട്ടോ. ആ, എനിക്ക് മനസ്സിലായായിരുന്നു. ലളിത എന്നല്ലേ പേര് പറഞ്ഞത്? ഒരു മോനും ഒരു മോളും ഉണ്ടല്ലേ? ആ, അതെ അതെ അതെ, ഒരു മോളും മോനും ഉണ്ട്. പിന്നെ എന്റെ കെട്ടിയോ വന്നിട്ടില്ല, പെണ്ണിന്റെ ഒരേ ഒരു അമ്മാവനെ. ആ, ഞാനും ഇത് ചോദിക്കണം എന്ന് വിചാരിച്ചേക്കുമായിരുന്നു. ഒരേ ഒരു അമ്മാവനെ ഉള്ളെന്ന് എനിക്കറിയാലോ. അപ്പൊ അമ്മാവനെ കാണാത്തോണ്ട് ഞാനിപ്പോ എന്താ അമ്മാവൻ വരാത്തെന്ന് ചോദിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എങ്ങനെ വരാൻ വേണ്ടിട്ടാ? ഈ പെങ്ങൾ ആങ്ങളെയുമായിട്ട് എപ്പോഴും തല്ലും പഴക്കുവാ. എന്നോട് തന്നെ ചേട്ടൻ പോകണ്ടാന്ന് പറഞ്ഞതാ. പിന്നെ ഞാനാ പറഞ്ഞത്, പെണ്ണിന്റെ ഒരു നാണക്കേടല്ലേ, ഒരേ ഒരു അമ്മാവനും അമ്മായി രണ്ടുപേരും വന്നില്ലെങ്കിലേ. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ പെണ്ണിനെ ഓർത്തിട്ടാ ഞാൻ വന്നത്. ഞങ്ങളുടെ കുടുംബക്കാരോട് മാത്രമല്ല, എല്ലാ കുടുംബമായിട്ട് ഇവര് തല്ലും വഴക്കുവാണ്. ആരുമായിട്ട് ഒരു സഹകരണത്തിന് താല്പര്യമില്ല. ഈ പെണ്ണിന്റെ അമ്മയുടെ സ്വഭാവം ഇല്ലേ, ഒരുമാതിരി മുഷ്ക് പിടിച്ച സ്വഭാവമാണ്. എന്റെ നാത്തൂനായതുകൊണ്ട് പറയുമല്ല, ആരുമായിട്ടും ചേരിയല്ല. അയലോക്കംകാർ മൊത്തവുമായിട്ട് അടിയും വഴക്കോ. ഞാൻ പറഞ്ഞു, ഈ അയലോക്കംകാരെങ്കിലും ഇങ്ങനെ പിണക്കല്ലേ, ഒരാവശ്യം വരുമ്പോ ഓടി വരാൻ അവരല്ലേ ഉള്ളൂ. ആരോട് പറയാൻ വേണ്ടിട്ടാ ഇതുപോലത്തെ ഒരു സാധനം. അതിന്റെ കുറച്ചൊക്കെ സ്വഭാവം തന്നെ ഈ പെണ്ണിനും കിട്ടിയേക്കുന്നത്. ഹും, എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ ഇതുപോലൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കേണ്ട ഒരു ഗതികേടാ നിങ്ങളുടെ മകന് വന്നത്. നിങ്ങളുടെ മകന് ദുബായിൽ എന്താണ്ട് 2-3 കമ്പനിയുടെ ഒക്കെ മാനേജറൊക്കെ അല്ലേ? ആ, അതെ അതെ അതെ. ആ, അത്രയും മിടുക്കനല്ലേ ചെറുക്കൻ. അവന് ഇച്ചിരൂടെ നല്ലൊക്കെ ഒരു പെണ്ണിനെയൊക്കെ കിട്ടിയാലേ. ഇതിപ്പോ ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടെന്നും പറഞ്ഞിട്ടേ. അതിപ്പോ പിന്നെ നമ്മൾ പെണ്ണിനെ മാത്രം നോക്കിയാ പോരെ? അവനെ അങ്ങോട്ടല്ലല്ലോ കെട്ടിച്ചു വിടുന്നത്, പെണ്ണിനെ നമ്മൾ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നത്. പെണ്ണിന്റെ സ്വഭാവം നല്ലതാണല്ലോ. പിന്നെ അവന് പെണ്ണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അവന് 5 വർഷമായിട്ടുള്ള ഇഷ്ടമല്ലേ. പിള്ളേർക്ക് അങ്ങനെ ഓരോരോ ഇഷ്ടങ്ങളൊക്കെ കാണും. നമ്മൾ മുതിർന്നവർ വേണം അതൊക്കെ തിരുത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ട്. വേറൊരു ജീവിതത്തിലോട്ട് കടക്കുമ്പോ ഇതൊക്കെ അങ്ങ് മറക്കൂന്നേ. ഇതൊക്കെ എല്ലാവർക്കും എല്ലാ പ്രായത്തിലും ഉണ്ടാകുന്നതല്ലേ. അതാ ഞാൻ പറയുന്നത്. പിന്നെ ഈ പെണ്ണെന്ന് പറഞ്ഞാല് തറുതലയല്ലാതെ വേറെ ഒന്നും പറയാ. ഒരു മുതിർന്നവര് ഒരു ബഹുമാനമില്ല. ആര് ചെന്നാലും ചാടിക്കടിക്കാൻ വേണ്ടി ചെല്ലും. എന്തിന് സ്വന്തം അച്ഛനോടും അമ്മയോടും പറയുന്ന വർത്താനം കേട്ടോണ്ടല്ലോ നമ്മള് ചെവി കഴുകും. അതുപോലത്തെ വർത്താനം, ഒരു ഗുരുത്വം ഇല്ലാത്തൊരു പെങ്കൊച്ചാന്നേ. അത് പിന്നെ പെൺകൊച്ചിന്റെ പ്രായം അതല്ലേ. ഈ പ്രായത്തിലുള്ള എല്ലാ പെൺപിള്ളേരും അങ്ങനെ തന്നെയാ. എനിക്കൊക്കെ കല്യാണത്തിന് മുമ്പ് എന്തൊരു ദേഷ്യമായിരുന്നു. അയ്യോ, എന്റെ അമ്മ എങ്ങനെയാ എന്നെ സഹിച്ചതെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ വെറും പൂച്ചയായി. നമ്മുടെ വീട്ടിൽ കിടന്ന് കളിക്കുന്ന കളിയൊക്കെ കല്യാണം കഴിച്ചെന്ന വീട്ടിൽ കളിക്കാൻ പറ്റുമോ? പിന്നെ അങ്ങ് പാവമായി. അതെല്ലാ പെൺപിള്ളേരും അങ്ങനെയാന്നേ. അവനവന്റെ വീട്ടുകാരുടെ അടുത്തല്ലേ അങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ എന്റെ അടുത്ത് അങ്ങനെ നിന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കുറച്ച് കുരുത്തക്കേടൊക്കെ എനിക്കിഷ്ടമാണ്. ഓഹ്, ഒന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഏശുന്നില്ലല്ലോ. എന്റെ പൊന്നേ. എന്താ ആലോചിക്കുന്നേ? അല്ല, ഒന്നും ആലോചിച്ചില്ല. വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതിപ്പം പറയണോന്ന് ആലോചിക്കുമായിരുന്നു. പെണ്ണിന് കാര്യം 2-3 പ്രേമബന്ധമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിപ്പോ അവളുടെ അച്ഛൻ കയ്യോടെ പിടിച്ചു. കുറെ അടിയും കൊടുത്തു, കുറെ മുറിയിലും പൂട്ടിയിട്ടു, കുറെ ചെറുക്കന്മാരുടെ വീട്ടുകാരോടൊക്കെ പറഞ്ഞ് സ്കൂളിലും കോളേജിലും ഒക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അങ്ങ് ഇല്ലാണ്ടാക്കിയതാ. പെണ്ണത്ര വെടിപ്പൊന്നും അല്ല. എനിക്ക് ഒരു പെങ്കൊച്ചിനെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്തോ നിങ്ങളുടെ മുഖം കാണുമ്പോഴേ ഇതൊന്നും പറയാതിരിക്കാൻ തോന്നുന്നില്ല. അത്ര ഒരു നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാ നിങ്ങൾ രണ്ടുപേരും. നിങ്ങളുടെ ഭർത്താവായാലും നിങ്ങളായാലുവേ. അപ്പൊ എങ്ങനെ ഇതൊക്കെ പറയാതെ ഇവിടുന്ന് പോകുന്നേന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും ഒരു വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നിങ്ങൾ അത്രയും ഒരു വിശാല മനസ്കരാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അപ്പുറത്തോട്ട് ചെല്ലട്ടെ. എന്താണോ ഇതിന് മാത്രം ആലോചിക്കാനുള്ളത്? നികിതേ, എന്താ ആലോചിച്ചിരിക്കുന്നത്? ഇവിടെ വന്ന് കണ്ടിട്ട് വീടും പരിസരവും ഒന്നും ഇഷ്ടായില്ലായിരിക്കും അല്ലേ? എനിക്ക് തോന്നി. നികിതേനെ പോലെ ഒരു കുട്ടിക്കൊന്നും ഇവിടെ ഒന്നും ഇഷ്ടപ്പെടുകയൊന്നുമില്ല. ഞാൻ പിന്നെ പാവപ്പെട്ട വീട്ടിലെയാ. എന്റെ വീട്ടിൽ പിന്നെ ഒന്നും ഇല്ലാത്തതാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെ വലിയ കൊട്ടാരം പോലെയായിരുന്നു. അതുകൊണ്ടാ പിന്നെ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടെ. നികിതയുടെ ഒരു നിലയ്ക്കും വിലയ്ക്കും ഒക്കെ. അയ്യോ ചേച്ചി, ഞാൻ വെറുതെ അങ്ങോട്ട് നോക്കി ഇരുന്നതാ, ഒന്നും ആലോചിച്ചില്ല. പിന്നെ ഇതൊരു പഴയ വീടല്ലേ ചേച്ചി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ലാത്ത വരുമാനമൊക്കെ ഉണ്ടല്ലോ. വീടൊക്കെ നമുക്ക് വെക്കാന്നേ. എന്തായാലുവേ എന്റെ ഭർത്താവിന്റെ അനിയന് ഒരു ഭാഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനാ. ഇതുപോലൊരു പെണ്ണിനെ കിട്ടാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ. ശോ, എന്റെ ദൈവമേ, നികിതയുടെ ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ടേ ബോയ്സ് ഇങ്ങനെ ക്യൂ നിക്കും. അന്നേരമല്ലേ ഇവനെ പോലത്തെ ഒരു അല്ലേ. ഉം. എന്നാ പിന്നെ ശരി എന്നാ. എന്നാ ശരി ശരി. ആഹാ, എന്നാ പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങിയേക്കുവാ. നിങ്ങൾ നല്ലോണം മനസ്സിലിരുത്തി ആലോചിച്ച് ചിന്തിച്ച് ഒരു തീരുമാനം എടുത്തിട്ടൊക്കെ വിളിക്ക്.
പെട്ടെന്നൊന്നും ഒരു തീരുമാനം എടുക്കണ്ട. കല്യാണത്തിന്റെ കാര്യമല്ലേ, ജീവിതകാലം മൊത്തം ഉള്ളൊരു ജീവിതത്തിന്റെ കാര്യമാ. അതുകൊണ്ട് നല്ലോണം ചിന്തിച്ചിട്ടൊക്കെ വിളിക്കുക കേട്ടോ. അത് പിന്നെ ഞങ്ങൾ എന്തായാലും ആലോചിച്ചിട്ടൊക്കെ വിളിക്കാം. ഇനി അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാനോ ആലോചിക്കാനോ ഒന്നും ഇല്ലല്ലോ. ഇനിയിപ്പം നേരെ നമുക്ക് കല്യാണത്തിലോട്ട് കടന്നാൽ മതി. ഇനിയിപ്പോ അവിടെ ഒരു ഉറപ്പീര്, ഇവിടെ ഒരു ഉറപ്പീര്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്നാമത് മോനും നാട്ടിലില്ലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോ നേരെ കല്യാണത്തിന് നിങ്ങളങ്ങ് വന്നാ മതി, പയ്യനെയും കൂട്ടി കേട്ടോ. ആ, ഇനിയിപ്പോ ഒരു ചടങ്ങായിട്ടൊന്നും വെക്കണ്ടല്ലോ ചേട്ടാ. ആ അത് മതി, അത്ര മതി. ആ ആ, എന്നാ ശരി. ഇനിയിപ്പം ചടങ്ങൊന്നും വെക്കണ്ട വേറെ. അതേ, എന്റെ നാത്തൂനും നിങ്ങളുടെ മരുമോളും ഞെട്ടി നിക്കുന്ന കണ്ടോ? രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ചെന്ന് പറഞ്ഞതൊന്നും ഏക്കാത്തതിന്റെ ഞെട്ടല രണ്ടുപേരുടെ മുഖത്ത്. എന്ത് ചെയ്യാനാ, എല്ലാ കുടുംബത്തിലും കാണും ഇങ്ങനെ ഓരോരുത്തരല്ലേ. മോനെ മോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടത്തിയമ്മയുടെ കാര്യങ്ങളൊക്കെ. ഇവിടെ വരുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷിക്കാന്ന് അവൻ പറഞ്ഞായിരുന്നു, അല്ലേ മോളെ? ആ, മോള് മോനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെ അവളുടെ അമ്മായിയുടെ കാര്യമേ. അതുകൊണ്ട് ഇവരെ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടപ്പം. അപ്പം രണ്ടുപേരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയാ. രണ്ടുപേരും കല്യാണം മുടക്കാൻ നോക്കിയതൊന്നുമേ ഇവിടെ ഏറ്റിട്ടില്ല. ഞങ്ങള് രണ്ട് കുടുംബങ്ങളും പരസ്പരം അതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള കുടുംബങ്ങളാ. അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ട് കല്യാണം കൂടി പിള്ളേരെ അനുഗ്രഹിക്കാൻ നോക്ക്. ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടാ. വാ, പോയിട്ട് വരട്ടെ അമ്മേ. ശരി. ആ ആ അമ്മേ, കല്യാണത്തിനെ നമുക്ക് രണ്ടുപേർക്കും ചുവന്ന കളർ സാരി എടുക്കാവേ. മരുമോളെ